നമസ്കാരം, ബിസിനസ് സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് ബിസിനസ് സ്റ്റാറുമായി കാഞ്ഞങ്ങാടാണ്, കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രശസ്തമായ കാഞ്ഞങ്ങാടാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കാഞ്ഞങ്ങാട്ടെ പ്രമുഖ ബിൽഡിംഗ് കോൺട്രാക്ടറും എൻജിനീയറിംഗ് കൺസൾട്ടൻറ്റുമായ, അതിലുപരി SCDC ഗ്രൂപ്പ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ജോയ് ജോസഫ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. ഞാൻ ആദ്യമേ ഈ തിരക്ക് പിടിച്ച ഈ ഷെഡ്യൂളിനിടയിലും അരമണിക്കൂർ കേരള വിഷൻ്റെ പ്രേക്ഷകർക്ക് ചിലവഴിച്ചതിന് ഞാൻ നന്ദി ആദ്യമേ അറിയിക്കുന്നു. ഇനി സാറിൻ്റെ കരിയറിലേക്കൊന്ന് പോകാം. സാറ് ഇങ്ങനൊരു ഈ ഒരു വഴിയിൽ എത്തിയിട്ട് എത്ര നാളായി? അതിലേക്ക് വരാനുണ്ടായ ആ കാലഘട്ടമൊക്കെ ഒന്ന്. അതായത് ഏകദേശം 21 വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ. ആദ്യം സിവിൽ ഡിപ്ലോമ കഴിഞ്ഞെങ്കിലും കൺസൾട്ടൻസി വിഭാഗത്തിൽ ഒരു 2-3 വർഷം ഇങ്ങനെ തുടർന്നു. പിന്നെ കൺസൾട്ടൻസിയിൽ നമ്മൾ കാസർഗോഡ് ഡിസ്ട്രിക്ട് എത്രമാത്രം ഇവിടുത്തെ ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ ഇപ്പോഴാണ് കൺസൾട്ടൻസിക്ക് ഒരു പ്രാധാന്യം വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു 89-90 വർഷത്തിൽ ഞാൻ ഫുൾ കോൺട്രാക്ട് ഫീൽഡിലേക്ക് എൻ്റെ ബിസിനസ് മൈൻഡ് കൺവേർട്ട് ചെയ്തു. അവിടുന്ന് ആദ്യമൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. റെസിഡൻഷ്യൽ ബിൽഡിങ്ങും ഇവിടെ ശരിക്കും ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് അതിൻ്റെ ക്ലയൻസിന് കോൺട്രാക്ട് കൊടുത്താൽ എന്താവുന്നുള്ളത് വളരെയധികം കൺഫ്യൂഷനാണ്. അതെ, കോൺട്രാക്ടർ പറ്റിക്കുവോ അതിന് അവർ നേരിട്ട് ഒരു പ്രാവശ്യം ചെയ്താൽ അവർക്ക് മനസ്സിലാവും ഇത് ഞങ്ങൾക്ക് വേണ്ട, ഇത് നമ്മൾ നേരിട്ട് ചെയ്താൽ ഒരിക്കലും പൂർത്തിയാവില്ല. പിന്നെ ഒരു 5 വർഷത്തേക്കൊക്കെ കുറേയൊക്കെ ലേബേഴ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പം ഒരാൾക്കും നേരിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെയധികം സാമ്പത്തിക നഷ്ടം അവർക്ക് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ചോദിച്ചത് ഞാൻ ഈ ലെവലിലേക്ക് എത്തി എങ്ങനെയെന്നുള്ളത്. അങ്ങനെ കോൺട്രാക്ട് ഫീൽഡിലേക്ക് എത്തി. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് PWD വർക്കുകൾ ഏറ്റെടുത്ത് ഇപ്പോൾ ഇന്ന് ഏകദേശം 200ഓളം തൊഴിലാളികളുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. നടത്തിപ്പ് ഞാൻ നടത്തുന്നുണ്ട്. ഇത് ഈ പറഞ്ഞു വന്ന കാര്യം ഒരു വലിയൊരു കാര്യമായിരുന്നു. നമുക്ക് അതിലേക്ക് തന്നെ ഒന്ന് പോകാം. അതായത് എല്ലാവരുടെയും ഒരു വലിയ സംശയമാണ്, ഈ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ഒരു കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ പറ്റിക്കുമോ, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമം കാണിച്ചാണോ ലാഭം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി? അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു മിഥ്യാധാരണയാണ്. നല്ല സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പേരെടുത്ത കൺസ്ട്രക്ഷൻ, ഞാൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എടുക്കാറില്ല, ഞാൻ കമേഴ്ഷ്യൽ ബിൽഡിംഗ് പിന്നെ ഡിപ്പാർട്ട്മെന്റ് PWD വർക്കുകൾ വലിയ വലിയ പ്രൊജക്റ്റ് എടുക്കാറുണ്ട്. എങ്കിലും റെസിഡൻസ് എടുക്കാത്തതിന്റെ മെയിൻ കാരണം ഇതാണ്, ഒരിക്കലും അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് ഒരു പ്രാവശ്യം അവർ നേരിട്ട് അവരുടെ ഒരു വീട് കെട്ടിയ ആള് പിന്നെ ഒരിക്കലും അവർ നേരിട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു കസ്റ്റമറെ നമുക്ക് എടുക്കാം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരിക്കലും ഒരു ലേബറേയും കൃത്യമായിട്ട് ആർക്കും കിട്ടില്ല. അതേസമയത്ത് നല്ല പേരുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ ഏൽപ്പിച്ചാൽ കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ കോൺട്രാക്ട് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലവ് ചുരുങ്ങി അവർക്ക് പാർട്ടിക്ക് എന്തായാലും അവർ നേരിട്ടെടുത്ത് 10 ലക്ഷത്തിന് തീർക്കാവുന്ന വീട് ചിലപ്പം വെറും 6 ലക്ഷത്തിന് ഈ കോൺട്രാക്ട് കൊടുത്താൽ തീരും. അത് ക്വാളിറ്റി മോശമാക്കിയിട്ടല്ല, ലേബർ മാനേജ്മെന്റിൽ കൂടിയിട്ടാണ് നമ്മൾ ആ ചിലവ് ചുരുങ്ങുന്നത്. അതായത് ഒന്ന് പർച്ചേസിങ്, പിന്നെ ലേബർ മാനേജ്മെന്റ്. അതിലാണ് ഇപ്പോൾ ഇവിടെ കോൺട്രാക്ട് ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് സാധാരണ റെസിഡൻസിന് 800 മുതൽ 2000 രൂപ വരെ നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് ചിലവ് വരും. ഇപ്പോൾ 2000 രൂപ വരെ ഒരു പാർട്ടി നേരിട്ട് ചെയ്യുമ്പോൾ ചിലവ് വരുന്നത് ഇപ്പം NS വെച്ചാണെങ്കിൽ 1200 ഞാൻ തീർക്കും. ഞാൻ കോൺട്രാക്ട് എടുത്താൽ 1200 ഞാൻ എടുക്കുള്ളൂ. അതിലും എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഞാൻ മാന്യമായിട്ടില്ല, അല്ല അധികം ഇതല്ല. പക്ഷെ അതെന്നെ കൊണ്ട് സാധിക്കുന്നത് ഒന്ന് എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, എനിക്കതിന് വേണ്ടിയുള്ള എൻ്റെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എനിക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയാണ്. എനിക്ക് 1000 ചാക്ക് കോൺക്രീറ്റ് ചെയ്യാൻ എനിക്ക് 10 ആളാണ് വേണ്ടത്. അത്രയും മെഷീനറീസ് 10 ആളാണ്. നിങ്ങളിപ്പോൾ 100 ചാക്ക് നിങ്ങൾ വീട് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 10-25 ആളെങ്കിലും വേണം. അതാണ് ഞാൻ തമ്മിൽ വ്യത്യാസം. ഇപ്പോൾ ഇന്ത്യയിലത്തെ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു മിക്സർ ഓർഡർ ചെയ്തിട്ടാണ് ഇന്ത്യയിലത്തെ ഫസ്റ്റ് മെഷീൻ. അത് ഈ കേരളത്തിൽ പോലും ഇല്ല, ഇന്ത്യയിൽ ഫസ്റ്റ് മാനുഫാക്ചർ. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ? അത് ഒരു മണിക്കൂറിൽ 200 ചാക്ക് കോൺക്രീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മണിക്കൂർ ഇപ്പൊ നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന മിക്സറിലൊക്കെ അതിന്റെ എക്യുപ്മെന്റ്സും അല്ല, അതിന് എത്ര ചെയ്യാൻ പറ്റും ഒരു മണിക്കൂറിൽ? അത് ഞങ്ങൾ ഒരു ദിവസം 800 ചാക്ക് വരെ ചെയ്യുന്നുണ്ട്. അതും എൻ്റെ അടുത്ത് ഈ സംവിധാനം നിലവിലുള്ളൂ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ ചിലവ് ചുരുക്കിയിട്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒരു വീട് കെട്ടുന്ന ആൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒത്തിരി ഞാൻ ലെൻസ്ഫോർഡിൽ ഇവിടെ നമ്മളെ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസ് ഫെഡറേഷൻ ഉണ്ട്, കേരളത്തിൽ മൊത്തമുള്ളതാണ്. അതിൻ്റെ ഈ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റും കൂടെയാണ്. ഞാൻ ഈ പ്ലാൻ വരയ്ക്കുന്ന എഞ്ചിനീയേഴ്സും സൂപ്പർവൈസേഴ്സിനും കൊടുക്കുന്ന അഡ്വൈസ്, നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ ആ കസ്റ്റമർക്ക് വേണ്ടി വന്നാൽ നിങ്ങൾ പറ്റുമെങ്കിൽ കോൺട്രാക്റ്റും കൂടെ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത്രയും കൂടെ അവരെ ഒത്തിരി പൈസ ലോസ് വരുന്നത് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ അന്നേരം അവർ പറയുന്നത് ഒരിക്കലും ഇത് അവരെ പാർട്ടിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വലിയ പാടാണ്. അതെ അതെ, അവിടെ തന്നെ ഒരു 100 അഭിപ്രായം കാണും. ഇപ്പോൾ മകനാണ് വയ്ക്കുന്നതെങ്കിൽ അച്ഛൻ വരും. അങ്ങനെയുള്ള വിഷയങ്ങൾ അതൊക്കെ വരുന്നത് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കും. വീട് വെട്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു എഞ്ചിനീയറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വീട് പ്ലാൻ ചെയ്താൽ ഫൈനൽ അതിനകത്ത് പിന്നെ ഡൈവേർഷൻ ഇല്ലാതിരിക്കുന്നതാണ് ചിലവ് ചുരുക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ രണ്ടാമത് അവർ കോൺട്രാക്റ്റ് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കി നല്ല കമ്പനി, നല്ല മാനേജ്മെൻറ്റ് പവറുള്ള, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നല്ല സോളിഡ് ലേബേഴ്സ് ഒക്കെ ഉള്ളവർ കൊടുത്താൽ അവർക്ക് എത്രയായാലും ലാഭം ഉണ്ടാവും.